ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ജീവിതത്തിലെ ഏത് ഭാരമേറിയ അനുഭവങ്ങളിലും നമുക്ക് താങ്ങായി ആശ്വാസമായി ദൈവത്തിൻ്റെ വചനം കൂടെ ഉണ്ട് എന്ന ഉറപ്പാണ് അനുദിനം നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ. വല്ലാത്ത നിരാശയുടെ അനുഭവങ്ങളൊക്കെ കടന്നു പിടിക്കുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവപൈതൽ വചനത്തിൽ ആശ്രയിക്കുക മാത്രമല്ല, ദൈവത്തിൽ നിന്നുള്ള ആശ്വാസം പ്രാപിച്ച് ധൈര്യത്തോടെ മുന്നേറുകയും ചെയ്യും. തുടർന്നുള്ള ഈ ചെറിയ ചിന്ത നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം വായിക്കട്ടെ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്തിലത്രേ ജീവിക്കുന്നത്. വായിക്കാനും വായിച്ച് കേൾപ്പിക്കാനും വലിയ പ്രയാസമില്ലാത്തതും എന്നാൽ ജീവിക്കാനും ജീവിച്ച് കാണിക്കാനും ഒത്തിരി പ്രയാസം കൂടിയതുമായൊരു വാക്യമാണ് ഇന്ന് കുറിവാക്യമായി വായിച്ചത്. ധാർമ്മികതയുടെ താളം തെറ്റിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് ചുറ്റും നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ട് ജീവിക്കുക എന്നത് വലിയ ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അങ്ങനെ അത് നമുക്ക് കഴിയുമെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതം ധന്യമായി എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. യേശുക്രിസ്തു ദൈവം എന്ന അവകാശവാദം മുഴക്കുക മാത്രമല്ല ചെയ്തത്, തൻ്റെ കല്ലറ തുറന്ന് നമ്മെ കാണിച്ചിരിക്കുന്ന ആ ദൈവപ്രവൃത്തി നമുക്ക് ആർക്ക് ചോദ്യം ചെയ്യാൻ കഴിയും? അതായത് മരണത്തെ ജയിച്ചത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അതാണ് ക്രിസ്തുവിൻ്റെ നിസ്തുലത എന്ന് പറയുന്നത്. പകരക്കാരനില്ലാത്ത ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസം ഏതൊരു ആൾ വെച്ചു പുലർത്തുന്നുവോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉടനീളം പാലിക്കാൻ ശ്രമിക്കുന്നുവോ നിശ്ചയമായും അവരുടെ ജീവിതം പരാജയമല്ല. ഏതെല്ലാം നിലകളിൽ പരാജയത്തിൻ്റെ പടികുഴിയിലേക്ക് നിപതിക്കേണ്ടി വന്നാലും അവിടെ നിന്നൊക്കെ കരം പിടിച്ച് കയറ്റുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെടുമെന്നുള്ളതിന് സംശയമില്ല. 40-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണല്ലോ: നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി, എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. അത് നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. അപ്പോസ്തലനായ പൗലോസ് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടും മുമ്പ് തൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഈ നിലകളിൽ ക്രിസ്തുവിനെ പിൻപറ്റുന്ന ഒരു നല്ല അനുഭവം തനിക്കുണ്ടാകുമായിരുന്നു എന്ന്. പുതിയ നിയമത്തിൽ പലയിടത്തും തൻ്റെ അനുഭവ സാക്ഷ്യം വിവരിച്ചിരിക്കുന്ന കൂട്ടത്തിൽ കുറച്ചുകൂടി അല്ലെങ്കിൽ ഏറെ ഭംഗിയായും വിശദമായും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫിലിപ്പിയ ലേഖനത്തിലാണ്. പ്രസ്തുത ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 4-ാം വാക്യം മുതൽ പഠിക്കുമ്പോൾ ആരായിരുന്നുവെന്ന് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നും ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നതെന്നും. ആർക്കും വിശ്വസിക്കാൻ പോലും പ്രയാസമുള്ള നിലയിലുള്ള ഒരു സാക്ഷ്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് വെറുമൊരു പറച്ചിൽ മാത്രമായിരുന്നില്ല. എനിക്ക് ലാഭമായിരിക്കുന്നത് മുഴുവനും ക്രിസ്തു നിമിത്തം ഞാൻ ഛേദമെന്ന് എണ്ണുന്നു എന്ന് പറയത്തക്ക നിലകളിൽ ഒരു വ്യത്യാസം തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച് മറ്റുള്ളവരെ കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് പൗലോസ്. ഏതെല്ലാം കഷ്ടതയുടെയും കൊടിയ പീഡനത്തിൻ്റെയും മധ്യത്തിലും താൻ പറയുന്നത് സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ എന്നു തന്നെയാണ്. കാരണം കൂടെയുള്ളത് ക്രിസ്തുവാണ്. അത് തനിക്ക് ഏറെ സന്തോഷം പകരുന്ന വസ്തുതയുമാണ്. നമ്മുടെ അനുദിന ജീവിതം ക്രിസ്തു സാന്നിധ്യമുള്ളതാക്കി മാറ്റുവാൻ നമുക്ക് ഏറെ പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും അങ്ങയോട് ചേർന്ന് നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ.